അങ്ങനെ കാവേരി ലീവ് ചോദിക്കുമ്പോൾ ആസിഫാണെങ്കിൽ കിട്ടിയ അവസരം മുതലെടുത്തിട്ട് കാവേരിയോട് പറയാണ്, ഇതാ കാവേരി തനിക്ക് 5000 ടേബ്ലറ്റും ബാമും ഉണ്ട്, ഇത് യൂസ് ചെയ്താൽ മതി, തൻ്റെ തലവേദനയ്ക്ക് മാറിക്കോളും എന്നൊക്കെ പറയണം കേട്ടോ. അപ്പം കാവേരിയാണെങ്കിൽ രാജേശ്വരി പറഞ്ഞു, അയ്യോ മാഡം, എനിക്ക് ഈ മരുന്ന് കഴിച്ചാലൊന്നും തലവേദന മാറത്തില്ല, ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ പേരമരത്തിൽ നിന്ന് താഴേക്ക് വീണതാ, തലയിടിച്ചാൽ വീണത്, അന്ന് മുതൽ തുടങ്ങിയ തലവേദനയാണ്. അപ്പോൾ രാജേശ്വരി ചോദിക്കണം, നിനക്ക് എപ്പോഴും ഉണ്ടോ ഈ തലവേദന? അപ്പോൾ കാവേരി പറയണം, അയ്യോ അങ്ങനെ എപ്പോഴും ഒന്നുമില്ല, വീട്ടിൽ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാവേരി നിർത്തണം കേട്ടോ. അപ്പം രാജേശ്വരിയാണ് ചോദിച്ചത്, എൻ്റെ ഗസ്റ്റോ, നീ എന്താ ഇപ്പോൾ പറഞ്ഞത്, ഒന്ന് തെളിച്ച് പറഞ്ഞോ? അപ്പോൾ കാവേരി പറഞ്ഞു, അല്ല മാഡം, ഈ വീട്ടിൽ ഗസ്റ്റ് വരുന്നത് പോലെയാണ് തലവേദന, വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും മാറത്തില്ല, നല്ല ഉറക്കം കൊണ്ടേ മാറത്തുള്ളൂ എന്ന് പറയാം കേട്ടോ. അങ്ങനെ കാവേരി ആണെങ്കിൽ നല്ല അടവൊക്കെ പറഞ്ഞ് രാജേശ്വരിയുടെ കയ്യിൽ നിന്ന് ലീവ് വാങ്ങുന്നുണ്ട്. അങ്ങനെ കാവേരി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ രാജേശ്വരി ആണെങ്കിൽ ആസിഫിനോട് ആ 5000 കാര്യം പറയാണ് കേട്ടോ. അതിൻ്റെ കണക്ക് എത്രയും വേഗം നീ കാവേരിയുടെ കയ്യിൽ കൊടുത്തിരിക്കണം, മുങ്ങാന്ന് നീ കരുതണ്ടെന്ന് പറയാണ്. അങ്ങനെ ആസിഫ് പറയുകയാണ്, എനിക്കിപ്പോൾ തീരെ സമയം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആസിഫ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. എന്നിട്ട് സ്നേഹതീരം കാണിക്കുകയാണ്. യമുനയാണെങ്കിൽ കാവേരിയും കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കാവേരി ആണെങ്കിൽ വീട്ടിൽ വരുന്നുണ്ട്. എന്നിട്ട് യമുനയോട് ചോദിക്കുന്നത്, എടി എന്തായി, ഗസ്റ്റിനൊക്കെ ഇവിടുത്തെ ഹോം സ്റ്റേ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ യമുന പറയണേ, എൻ്റെ ചേച്ചി, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്നിനും പറ്റുന്നില്ല, ഗംഗേച്ചി ആ കിച്ചണിലെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത്. എന്നിട്ട് അമ്മ എവിടെയും ചോദിക്കുമ്പോൾ യമുന പറയണ, അമ്മ വീട്ടിലേതോ 3 ഭൂതങ്ങൾ വന്നെന്ന് കണക്ക് വാതിലടച്ചിരിക്കുക ചേച്ചി, അമ്മയ്ക്ക് ഇതൊന്നും തീരെ ഇഷ്ടമായിട്ടില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, നീ അതൊന്നും കാര്യമാക്കണ്ട, ഇപ്പം ഞാനിവിടെ വന്നല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയണേ. രാത്രിയാവുമ്പോൾ കാവേരിയും ഗംഗയും കൂടിയിട്ട് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഗംഗ പറയേണ്ട, എനിക്ക് സമാധാനമായി, രാത്രിയത്തെ ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. അപ്പോൾ കാവേരി പറയണം, ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, ആരാ പാചകം ചെയ്ത, എൻ്റെ ഗംഗേച്ചിയല്ലേ, ഗംഗേച്ചിയുടെ കൈപുണ്യമൊക്കെ എനിക്കറിയത്തില്ലേ, ആര് കഴിച്ചാലും കുറ്റം പറയാനില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിനീത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇവർ 3 സംസാരിച്ചിരിക്കുമ്പോഴത്തേക്ക് യമുന അങ്ങോട്ട് വരുന്നു പറയാണ്, എൻ്റെ ചേച്ചി ആകെ പ്രശ്നമായി. അപ്പോൾ കാവേരി കാര്യം തിരക്കുമ്പോൾ യമുന പറയണ, ഗസ്റ്റ് ക്യാമ്പ് ഫയർ എപ്പോഴാണ് തുടങ്ങുകയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഗംഗ പറയുന്നുണ്ട്, ക്യാമ്പ് ഫയറോ, അതിന് നമ്മൾ പറഞ്ഞ ലിസ്റ്റിലൊന്നും ക്യാമ്പ് ഫയർ ഇല്ലല്ലോ. കാവേരി പറയണം, അത് പിന്നെ ഗംഗേച്ചി രാവിലെ അവരോട് തള്ളുന്ന കൂട്ടത്തിൽ അറിയാതെ എൻ്റെ നാവിൽ നിന്ന് വന്നു പോയതാന്ന് പറയട്ടോ.